الله أكبر الله أكبر الله أكبر لا إله إلا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. قالت الأعراب آمنا. ഗ്രാമീണരായ അറബികൾ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖുൽ, പ്രവാചകരെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അതിനാൽ വലാകിൻ ഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ, അസ്ലംന, ഞങ്ങൾ ഇസ്ലാമായിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഇതുവരെയും ഈമാൻ നിങ്ങളുടെ ഖൽബിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. വഇൻ തുതിഉല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ ലാ യലിതുക്കും മിൻ അഅ്മാലിക്കും ഷൈഅ, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഒന്നും അള്ളാഹു നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാണ്. ഇന്നമൽ മുഅ്മിനൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ ആരാണ്? ശരിയായ മുഅ്മിനുകൾ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ദൃഢവിശ്വാസം അവർക്കുണ്ട്. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല, സംശയിക്കുന്നില്ല അവർ. വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, മാത്രമല്ല ആ വിശ്വാസത്തിൻ്റെ വഴിയിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ചുകൊണ്ട് ജിഹാദിന്, ത്യാഗത്തിന് അവർ തയ്യാറുമാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരത്രേ സത്യസന്ധർ, യഥാർത്ഥ വിശ്വാസികൾ അവരാണ്. ഖുൽ, പ്രവാചകരെ പറയുക, അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങളുടെ മതവിശ്വാസം അള്ളാഹുവിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണോ? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, സർവ വസ്തുക്കളും അറിയുന്നവനാണ് അള്ളാഹു. സർവകാര്യങ്ങളും അറിയുന്ന അള്ളാഹുവിനാണോ നിങ്ങളുടെ മതവിശ്വാസം നിങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കുന്നത്? ഈ ആയത്ത് അവതരിച്ചതിൻ്റെ പശ്ചാത്തലമായി പണ്ഡിതന്മാരെല്ലാം വിശദീകരിക്കുന്നൊരു കാര്യം ബനു അസദ് ഗോത്രക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ബനു അസദ് ഗോത്രക്കാർ മദീനയിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ്. ഹിജ്റ 9-ാമത്തെ വർഷം ആമുൽ ഉഫൂദാണ്. എല്ലാ ഭാഗത്തു നിന്നുമുള്ള സംഘങ്ങളായി മദീനയിലേക്ക് ഗോത്രവിഭാഗങ്ങൾ വന്നുകൊണ്ടിരുന്ന സന്ദർഭമാണ്.
അക്കാലത്ത് ബനു അസദ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് ആ ബനു അസദ് ഗോത്രക്കാർ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ പല ഗോത്രങ്ങളും ഒത്തഫാനും അതുപോലുള്ള ഗോത്രങ്ങളൊക്കെ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല. ഞങ്ങളോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടിയും വന്നിട്ടില്ല. അതാണ് ഒന്ന്. ഞങ്ങൾ കുടുംബങ്ങളും കുട്ടികളുമായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് തങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും അവർ പ്രവാചകനോട് വളരെ ഔദാര്യമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തു. ആ ഒരു സമീപനത്തിൻ്റെ പേരിൽ അവരുദ്ദേശിക്കുന്നത് തങ്ങളുടെ നാട്ടിൽ ക്ഷാമമാണ്, വരൾച്ചയാണ്. അതുകൊണ്ട് വേണ്ടത്ര സഹായങ്ങൾക്ക് ഞങ്ങൾ തരേണ്ടതുണ്ട്. അത് ഞങ്ങളോട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ബാധ്യത പോലെയാണ്. കാരണം മറ്റുള്ളവർ യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്തില്ല. ആ നിലക്ക് ഞങ്ങളുള്ള സമീപനം സ്വീകരിച്ചതുകൊണ്ട് ചില അവകാശങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന രീതിയിൽ അവർ പ്രവാചകനോട് സംസാരിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഇതിൻ്റെ വിവരണമായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് വീക്ഷണം പണ്ഡിതന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് എന്ന് പരാമർശിക്കുന്നുണ്ട്. പരസ്യമായി മുസ്ലിമാണെന്ന് നടിക്കുകയും എന്നാൽ മനസ്സിൽ ഈമാൻ ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുള്ള ചില മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് തീർത്തും നിഫാക്കുള്ള കപടന്മാരായ ചതിയന്മാരായ ആളുകളെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ആയിട്ടുണ്ട്, എന്നാൽ ഇസ്ലാമിൽ ദൃഢവിശ്വാസം വന്നിട്ടില്ല, ദൃഢമായ രീതിയിലുള്ള വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ത്യാഗത്തിന് വിളിച്ചാൽ അവർ വരുന്നില്ല. ഹുദൈബിയയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വന്നിട്ടില്ല. അങ്ങനെയുള്ള വിശ്വാസത്തിന് ദുർബല ബാധിച്ച ചില ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരു ഗോത്ര വിഭാഗമാണ് ബനു അസദ് ഗോത്രക്കാർ. അതുകൊണ്ട് ഈ ദുർബല വിശ്വാസികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് മുഫസ്സിറുകളിൽ അധികം ആളുകളും പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള വിവരണം. ഈ ആയത്തിൻ്റെ പൊതുവായ സ്വഭാവം മനസ്സിലാക്കുമ്പോഴും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്നു. കാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികൾ ആമന്ന എന്ന് പറഞ്ഞു. അഅറാബ് എന്ന് പറഞ്ഞ വാക്ക് ഖുർആൻ മറ്റ് സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങളിലെ ഗ്രാമീണരായ വ്യക്തികൾക്ക് സമൂഹത്തിന് പറയുന്ന പേരാണ് അഅറാബ് എന്ന വാക്ക്. അതൊരു വ്യക്തിക്കും ഒരു സമൂഹത്തിനുമെല്ലാം അഅറാബ് എന്നാണ് ഉപയോഗിക്കുക. ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അഅറാബിയ്യ് എന്ന് പറയും. അഅറാബിയ്യ് ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ. സമൂഹം എന്ന രൂപത്തിൽ വരുമ്പോൾ അഅറാബ് എന്നും പറയും, ഗ്രാമീണർ എന്ന അർത്ഥത്തിൽ. അതിൻ്റെ മറ്റൊരു വാക്കാണ് ബദുവിൻസ് അല്ലെങ്കിൽ ബദുക്കൾ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാലത്തിൽ അഅറാബു ആമന്ന, അവർ വന്നിട്ട് പറഞ്ഞത് അതാണ്, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞു. ഖുല്ലം തുഅ്മിനു, അവരോട് പ്രവാചകരെ പറയേണ്ടത് ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല. വലാകിൻ ഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ, അസ്ലംന, ഞങ്ങൾ ഇസ്ലാമായിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ഞങ്ങൾ അനുസരിക്കുന്നുണ്ട് എന്ന് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ലമ്മ അതൊരു പ്രത്യേക പ്രയോഗമാണ് അറബി ഭാഷയിൽ. ഇതുവരെയും ഒരു കാര്യം ആയിട്ടില്ല എന്നാണ് ലമ്മ എന്ന് പറയുമ്പോൾ. ലം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. അതേ അർത്ഥം തന്നെയാണ് ലമ്മ. പക്ഷെ ലമ്മ വരുമ്പോൾ ഇതുവരെയും നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല, എന്നാൽ ഭാവിയിൽ നിങ്ങളുടെ മനസ്സിൽ ഈമാൻ പ്രവേശിച്ചേക്കും എന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് ലമ്മ എന്ന് പറയുമ്പോൾ. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും,
നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഈമാൻ ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല. പ്രവേശിക്കുവാനുള്ള സാധ്യത ഭാവിയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയുള്ള പദമാണ് ആ പ്രയോഗം. അപ്പോൾ ഈമാൻ മനസ്സിലേക്ക് പ്രവേശിച്ചില്ല, ഈമാൻ്റെ ദൃഢത നിങ്ങളുടെ മനസ്സിനുണ്ടായിട്ടില്ല. നിങ്ങൾ ഇസ്ലാം ആയിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്, എന്നാൽ മനസ്സിൽ ശക്തമായ രീതിയിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന് അനുസൃതമായ രീതിയിലുള്ള കർമ്മത്തിലേക്കും നിങ്ങൾ എത്തിയിട്ടില്ല. അതാണ് വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇതുവരെയും ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം ചേർത്ത് അള്ളാഹു പിന്നെ പരാമർശിക്കുന്നത് വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ഷൈഅ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിന് അനുസൃതമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് നീ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെല്ലാം ജീവിതത്തിൽ കർമ്മജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ലാ യലിതുകും മിൻ അഅമാലികും ഷൈഅ, നിങ്ങളുടെ കർമ്മങ്ങളിലൊന്നും അള്ളാഹു നിങ്ങൾക്ക് കുറവ് വരുത്തില്ല, നഷ്ടപ്പെടുത്തില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും അർഹമായ രീതിയിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് റബ്ബ് തരും. അക്കാര്യത്തിലൊരു കുറവും റബ്ബിൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഇന്നല്ലാഹ ഗഫൂർ റഹീം, മാത്രമല്ല നിങ്ങളിൽ വന്നുപോയ വീഴ്ചകളൊക്കെ അള്ളാഹു നിങ്ങളോട് പൊറുക്കുകയും വീണ്ടും നിങ്ങളോടവൻ കരുണയുള്ളവനായി തീരുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പരാമർശിക്കുന്നത് യഥാർത്ഥ വിശ്വാസം, രൂഢമായ ദൃഢമായ വിശ്വാസമുള്ള ആളുകൾ എന്തായിരിക്കണം എന്ന സ്വഭാവത്തെ സംബന്ധിച്ചാണ് അടുത്ത ആയത്തിൽ പരാമർശിക്കുന്നത്. ഇവിടെ ഈമാനും ഇസ്ലാമും തമ്മിൽ ഖുർആൻ വേർതിരിച്ചു. ആമന്ന എന്നവർ പറഞ്ഞു, പക്ഷേ അവരോട് പറയാൻ ആവശ്യപ്പെട്ടത് അസ്ലംന എന്ന് പറഞ്ഞോളൂ എന്നാണ്. ഖുർആനിൻ്റെ പിന്നെ ഹദീസിൻ്റെയൊക്കെ പ്രയോഗത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. മുഅ്മിനും മുസ്ലിമിനെയും തുല്യമായ രീതിയിൽ പ്രയോഗിക്കും. ഇസ്ലാമും ഈമാനും പരസ്പരം പൂരകമായ പ്രയോഗം കാണാം, എന്നാൽ രണ്ടും വേർതിരിച്ചുകൊണ്ടും പ്രയോഗിക്കും. അപ്പോൾ പ്രസിദ്ധമായ ഹദീസ് ജിബ്രീൽ, ആ ഹദീസിൽ ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഇഹ്സാൻ എന്താണ്, ഇത് മൂന്നും വേർതിരിച്ചുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വേർതിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞൊരു വചനമുണ്ട്, അൽ ഇസ്ലാമു അലാനിയ, ഇസ്ലാം എന്നത് അലാനിയത്താണ്, പരസ്യമായതാണ്, ബാഹ്യമായതാണ്. ഒരു മനുഷ്യൻ്റെ ബാഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇസ്ലാം. വൽ ഈമാനു ഫിൽ ഖൽബ്, ഈമാൻ അത് ഖൽബിലാണ്, മനസ്സിലാണ്. അത് രണ്ടും ചേർത്ത് വരുമ്പോൾ, ഈമാനും ഇസ്ലാമും ചേർത്ത് വരുമ്പോൾ മനസ്സിലുള്ള ദൃഢവിശ്വാസമാണ് ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഹ്യ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈമാൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കർമ്മജീവിതവും ഉൾക്കൊള്ളുന്നുണ്ട്. ഈമാനിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഖൗലും വ അമലുൻ വനിയ, അതിൽ നിയ്യത്ത് വരുന്നുണ്ട്, വാക്ക് വരുന്നുണ്ട്, കർമ്മവും വരുന്നുണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അതിലേറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ താഴേക്കടയിലുള്ളതാണ് വഴിയിലുള്ള പ്രയാസങ്ങൾ നീക്കുക. ഹയാ, ലജ്ജ ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് മനസ്സിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും കർമ്മവുമായി ബന്ധപ്പെട്ടതുമാണ് ഈമാൻ. അങ്ങനെ ഈമാനിന് വിശാലമായ ഒരു പ്രയോഗവും ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. രണ്ടും ചേർത്ത് പറയുമ്പോഴാണ് ബാഹ്യ ജീവിതത്തെ നോക്കിയിട്ട് ഇസ്ലാം എന്നും മനസ്സിലുള്ള ദൃഢവിശ്വാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈമാൻ എന്നും രണ്ട് അർത്ഥമായി ഉദ്ദേശിക്കുന്നത്. അതല്ലാതിരിക്കുമ്പോൾ ഈമാൻ എന്താണ് എന്ന ചോദ്യത്തിന് അതിലും കർമ്മങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇസ്ലാം എന്താണെന്ന് പറയുന്നതിലും ഈമാൻ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിചിതമായ പ്രാർത്ഥനയാണ്, അള്ളാഹു എന്നെ ജീവിപ്പിക്കുമ്പോൾ ഇസ്ലാമായിക്കൊണ്ട് നീ ജീവിപ്പിക്കണമേ, മരിപ്പിക്കുമ്പോൾ ഈമാനിൽ മരിപ്പിക്കണമേ. ഇങ്ങനൊരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം കർമ്മജീവിതം അവസാനിക്കുന്നത് മരണത്തോടുകൂടിയാണ്. മരിക്കുമ്പോൾ പിന്നെ മനസ്സിലുള്ള ദൃഢവിശ്വാസിയായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖാണ് വേണ്ടത്.
അതുകൊണ്ടാണ് ആ പ്രാർത്ഥന ആ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ ഈമാനിൻ്റെ താല്പര്യത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഈമാൻ അവന് നഷ്ടപ്പെടുന്നു എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യസിനി സാനി ഹീന യസിനി വഹു മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചരിക്കുന്ന ഒരാൾക്കും വ്യഭിചരിക്കാൻ കഴിയില്ല. വിശ്വാസിയായിക്കൊണ്ട് മോഷ്ടിക്കുന്ന ഒരാളും മോഷ്ടിക്കുകയില്ല. വിശ്വാസിയായിക്കൊണ്ട് ഒരു മദ്യപാനിയും മദ്യം കഴിക്കില്ല. ഇതെല്ലാം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം വഹുവ മുഅ്മിൻ, മുഅ്മിനാണ്, വിശ്വാസിയാണ് എങ്കിൽ അതോടൊപ്പം ഈ കർമ്മം ഉണ്ടാവില്ല. കാരണം വിശ്വാസത്തിനെതിരായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് ഈമാനിൻ്റെ ദൃഢതയും ശക്തിയും അതിൻ്റെ താല്പര്യവും അനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതിനെതിരായ പ്രവർത്തനം വരുമ്പോൾ അത് ഈമാനിൻ്റെ ദുർബലതയാണ് സൂചിപ്പിക്കുന്നത്. ഈമാനിൻ്റെ കുറവാണ് അത് മനസ്സിലാക്കി തരുന്നത്. അല്ലാതെ ആ മനുഷ്യൻ കാഫിറാണ്, ഇസ്ലാമെന്ന് പുറത്താണ് എന്ന അർത്ഥമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസിലുമുള്ള ഈ പ്രയോഗങ്ങളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരാളെ സംബന്ധിച്ച് നമ്മൾ വിധിക്കുന്നത് അവൻ്റെ ബാഹ്യാവസ്ഥ നോക്കിയിട്ടാണ്. ആ ബാഹ്യാവസ്ഥയിൽ ഒരു വ്യക്തി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നുവോ അവനെ സംബന്ധിച്ച് മുസ്ലിം എന്ന് പറയും. ഒരുപക്ഷെ അവൻ ദുർബല വിശ്വാസിയാകാം, അല്ലെങ്കിൽ കപട വിശ്വാസിയാകാം. രണ്ടായിരുന്നാലും സമൂഹത്തിന് മുമ്പിൽ അവൻ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിമാണ്. ഇസ്ലാമികമായ രീതിയിൽ അവൻ്റെ മയ്യത്ത് കബറടക്കുകയും അവനോടുള്ള ബാധ്യതകൾ മുസ്ലിങ്ങൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ആ ഇസ്ലാം ബാഹ്യമായിട്ടുള്ളതിൻ്റെ പുറമെ ജീവിതത്തിൽ അവൻ അനുസരിക്കുന്ന ഇസ്ലാമിക നിയമങ്ങളെല്ലാം പാലിക്കുന്ന സ്ഥിതിക്ക് പ്രേരകം അവൻ്റെ മനസ്സിലുള്ള അള്ളാഹുവിനോടും പരലോകത്തുമുള്ള വിശ്വാസമാണ്, പ്രവാചകനോടും അള്ളാഹുവിനോടൊക്കെയുള്ള കടപ്പാടാണ്. ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ ലാ യലിതുക്കും മിൻ അഅമാലിക്കും ഷൈഅ, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് അള്ളാഹു കുറവ് വരുത്തില്ല. ആ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പുണ്യകർമ്മമായി തീരും. വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളാകുന്നത്. ഈമാൻ ഇല്ലാതെ ഒരു മനുഷ്യൻ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും ബാഹ്യമായി എത്ര സുന്ദരമാണെങ്കിലും ശരി, പടച്ചവൻ്റെ അടുത്തതിന് പ്രതിഫലമില്ല, കർമ്മമില്ല. അതൊരു അടിസ്ഥാനപരമായിട്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. ചില അമുസ്ലിം സഹോദരങ്ങൾ വളരെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, സേവനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ജനങ്ങൾ അവരെ പ്രശംസിക്കാറുമുണ്ട്, അവാർഡുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ഈമാൻ, പരലോകത്തെക്കുറിച്ചോ അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാനില്ല. ആ ഈമാൻ ഇല്ലാതെ അവൻ എത്ര നല്ല കർമ്മം ചെയ്താലും അഅ്മാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ളംആനു മാഅ, ദാഹാർത്തനായ മനുഷ്യൻ മരുഭൂമിയിലെ മരീചിക വെള്ളമാണെന്ന് കരുതുന്ന പോലെ ഈ മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം പരലോകത്തെത്തുമ്പോൾ മരീചികയാണ്. ഒരു പ്രതിഫലവും പരലോകത്തില്ല. കാരണം ഒന്നാമത് വേണ്ടത് ഈമാനാണ്. അപ്പോൾ നമ്മൾ 1 എന്ന് വരച്ചു, അതിൻ്റെ മറുഭാഗത്തിൽ 0 ഇട്ടാൽ അത് 10 ആകുന്നു. എത്ര 0കൾ ഇടുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. ആ 1 ഈമാൻ. ആ 1 ഇല്ലെങ്കിൽ നാം ഇട്ട എല്ലാ 0കൾക്കും 0 മാത്രമാണ്, ഒരു വിലയുമില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ 1 ഉണ്ടായിരിക്കണം, ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ രൂപപ്പെട്ടു വരണം. അങ്ങനെയാകുമ്പോൾ ലാ യലിതുക്കും മിൻ അഅമാലിക്കും ഷൈഅ, നിങ്ങളുടെ കർമ്മങ്ങളിലൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല, അതിന് വേണ്ട പ്രതിഫലം ലഭിക്കുമെന്നാണ്. അതാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് ഈ അഅറാബി സമൂഹത്തോട് അള്ളാഹു ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറുഭാഗത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്നാണ്. ഇന്നമൽ മുഅ്മിനൂൻ, ഇന്നമ എന്ന് പ്രയോഗിച്ചാൽ തീർച്ചയായും മാത്രം എന്നർത്ഥം വരും. അതാണ് ഇന്നമയും ഇന്നയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നാണ്. ഇന്നമ എന്ന് പറയുമ്പോൾ തീർച്ചയായും മാത്രം എന്നൊരാശയം കൂടി സൂചിപ്പിക്കും. ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ മാത്രമാണ്. ആരാണ് വിശ്വാസികൾ? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അവർ വിശ്വസിക്കുകയും സുമ്മ ലം യർതാവു, പിന്നീട് അവർക്ക് സംശയമുണ്ടായിട്ടില്ല, സംശയിക്കുകയും ചെയ്തിട്ടില്ല. മാത്രവുമല്ല വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ചുകൊണ്ട് ജിഹാദും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മാത്രമാണ് വിശ്വാസികൾ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരത്രേ സത്യസന്ധർ. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് ആ വാക്കുപയോഗിക്കാൻ അർഹതയുള്ളവർ ഈ ആളുകളാണ്. അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ചിത്രം എന്നാണ്. അവ ശരിക്കുള്ള വിശ്വാസികളും വിശ്വാസികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളും തമ്മിൽ വേർതിരിക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. ആമനു ബില്ലാഹി വറസൂലി, ഒന്ന് ഈമാൻ ഉണ്ടാകണം. രണ്ടാമത് സുമ്മ ലം യർതാബു, ദൃഢമായിരിക്കണം ആ വിശ്വാസം. ഒരു സന്ദേഹമോ സംശയമോ അതിൻ്റെ ലാഞ്ചനയോ ഉണ്ടാവരുത്. അതല്ലെങ്കിലും ഈമാൻ എന്ന വാക്ക് മലയാളത്തിൽ നമ്മളതിന് വിശ്വാസം എന്ന അർത്ഥം പറയുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി അപ്പുറമുള്ളൊരാശയമാണ്. ഒരു സംഗതി ദൃഢമാക്കുകയും ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് ഈമാൻ എന്ന പദപ്രയോഗം വരുന്നത്. അത്തരത്തിൽ ദൃഢമായ ഒരു സംഗതിയാണ് ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുമ്മ ലം യർതാബു എന്ന് പറഞ്ഞത്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ ദൃഢവിശ്വാസം ഒരാൾക്കുണ്ടായാൽ ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ഏത് പ്രവർത്തനത്തിനും അവൻ തയ്യാറാകും. ആ വിശ്വാസം അവൻ സംരക്ഷിക്കാൻ ത്യാഗമനുഷ്ഠിക്കും. ആ വിശ്വാസം പ്രചരിപ്പിക്കാൻ അവൻ സന്നദ്ധനാകും. ആ വിശ്വാസത്തിൻ്റെ വഴിയിൽ തൻ്റെ ജീവൻ നൽകുന്നത് പോലും അവന് സന്തോഷം നൽകുന്ന കാര്യമായിട്ട് മാറും. അതാണ് ഒരാളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന സന്ദർഭം. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഒന്ന് ജിഹാദും ബിൽ മാൽ, ധനം കൊണ്ട് ജിഹാദ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അവിടെ ഒരാളുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുകയാണ്. നിസ്കരിക്കുമ്പോൾ ആൾക്ക് ഈമാൻ്റെ പ്രശ്നമൊന്നുമില്ല. നമസ്കരിക്കാൻ ഇത്തരം ആളുകൾ തയ്യാറാകും, നോമ്പെടുക്കാൻ തയ്യാറാകും. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരാൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഒരാളുടെ ഈമാനെ ആശ്രയിച്ചിരിക്കും. ദൃഢവിശ്വാസമുള്ള ഒരാൾ മാത്രമേ ആ മേഖലയിൽ തൻ്റെ സമ്പത്ത് വിനിയോഗിക്കാൻ സന്നദ്ധരാകുകയുള്ളൂ. അതേപോലെ അൻഫുസിഹിം, തങ്ങളുടെ ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ശരീരം കൊണ്ടുള്ള ജിഹാദ് ചെയ്യണമെങ്കിൽ, ത്യാഗമനുഷ്ഠിക്കണമെങ്കിൽ അവൻ അത്രയും ഈ വിശ്വാസം മനസ്സിൽ രൂഢമായിരിക്കണം. ആ വിശ്വാസത്തോട് അവൻ അത്രയും സ്നേഹമുണ്ടാവണം. അങ്ങേയറ്റത്തെ സ്നേഹത്തോടും ദൃഢതയോടുകൂടെയും വിശ്വാസം സ്വീകരിച്ചൊരു വ്യക്തി ആ വിശ്വാസത്തിൻ്റെ വഴിയിൽ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അവന് മധുരമായി അനുഭവപ്പെടും. അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവം. അപ്പോൾ വിശ്വാസം ദൃഢമാകണം. ദൃഢവിശ്വാസമായാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൻ്റെ വഴിയിൽ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലെല്ലാം ത്യാഗം അനുഷ്ഠിക്കുവാൻ അവൻ തയ്യാറാകുന്നു എന്നതുകൂടി ഉണ്ടാകണം. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരത്രേ യഥാർത്ഥ വിശ്വാസികൾ. വളരെ കൃത്യമായിട്ടാണ് ശരിയായ വിശ്വാസികളെ ഇവിടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞ സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൃഢവിശ്വാസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനമാണ്. വിശ്വാസത്തിൻ്റെ ദൃഢത വന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിലുണ്ടാകുന്ന മഹത്തായ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ദൃഢവിശ്വാസമുണ്ടല്ലോ, നമ്മൾ സാധാരണ പറയും ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഇങ്ങനെ ദൃഢതയുടെ വിവിധങ്ങളായ ഘട്ടങ്ങളുണ്ട്. ഹഖുൽ യഖീൻ, ഇതെല്ലാം ദൃഢവിശ്വാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങൾ ഓരോന്നും കടന്ന് ഉന്നതമായ വിധാനത്തിലേക്കൊരു മനുഷ്യൻ എത്തുമ്പോൾ ആ വിശ്വാസിയായ മനുഷ്യൻ്റെ മനസ്സ് അത്യുന്നതമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം ഓരോന്നും ദൃഢമായി തീരുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. സ്വർഗവും നരകവും ഞാൻ കണ്ടാൽ എനിക്ക് ഈമാൻ വർദ്ധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഈമാൻ വർദ്ധിക്കുകയില്ല. സാധാരണഗതിയിൽ ഒരു ബോട്ടിൽ കാണിച്ചു നമ്മുടെ മുമ്പിൽ, പറഞ്ഞ ആൾ വിശ്വസ്തനായതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു.
ഒരാളോട് തേനുണ്ടോ എന്ന് ചോദിച്ചു, തേനുണ്ട് എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മളത് വിശ്വസിച്ചു. അയാൾ ആ തേനിൻ്റെ ബോട്ടിലെടുത്ത് നമ്മുടെ മുമ്പിൽ കാണിച്ചപ്പോൾ നമുക്ക് വിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചു. അതിൽ നിന്ന് അല്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നും കൂടി വിശ്വാസം വർദ്ധിച്ചു. ഇങ്ങനെ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞല്ലോ, എങ്ങനെയാണ് റബ്ബേ ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. വിശ്വാസം ഇല്ലേ? അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ വിശ്വസിച്ചിട്ടുണ്ട്. എങ്കിലും അതൊന്ന് കാണുമ്പോഴുള്ള വിശ്വാസം വർദ്ധിക്കുവാനുള്ള ഒരു ഘട്ടമായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അത് മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്, വിശ്വാസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആ വിശ്വാസത്തിൻ്റെ ദൃഢതയിലേക്ക് എത്തിയ ഒരു സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു പറയുന്നത്, സ്വർഗവും നരകവും ഞാൻ കണ്ടാലും എൻ്റെ വിശ്വാസം ഇനി വർദ്ധിക്കുകയില്ല. അതെന്താ കാരണം? ഞാൻ സ്വർഗവും നരകവും കണ്ടു കഴിഞ്ഞു. അതെങ്ങനെയാണ് താങ്കൾ കണ്ടത്? ഞാനല്ല കണ്ടത്, പ്രവാചകനാണ് കണ്ടത്. പ്രവാചകന്റെ നേത്രങ്ങൾ കൊണ്ട് സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും കണ്ടിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞില്ലേ പ്രവാചകനെ കുറിച്ച്, മാ സാഗൽ ബസർ വമാ തഗ, പ്രവാചകന്റെ കണ്ണിന് വ്യതിയാനം സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള പ്രവാചകൻ സ്വർഗവും നരകവും കണ്ടു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്വർഗവും നരകവും കണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് എനിക്ക് കണ്ടാലും എനിക്ക് വർദ്ധിക്കുകയില്ല. അപ്പോൾ പ്രവാചകനിലുള്ള വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെ ഒരു ഉയർന്ന നിലവാരമാണ്. അല്ലാഹു റസൂൽ പറയുന്ന ഓരോ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അത് സത്യസന്ധമാണ്. അതിലുള്ള ദൃഢവിശ്വാസം മനസ്സിൽ വരുമ്പോഴുണ്ടാകുന്ന ഉയർന്ന അവസ്ഥയാണ് അദ്ദേഹം ഈ വാക്കിലൂടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹാബത്തിൻ്റെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ അവർക്ക് ധനം ചെലവഴിക്കാൻ കിട്ടിയ ഒരവസരവും അവർ നഷ്ടപ്പെടുത്തിയില്ല. ഇസ്ലാമിൻ്റെ ജിഹാദ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ് ചെയ്യാൻ അവർ സന്നദ്ധമായി തീർന്നു. ശരീരം കൊണ്ടുള്ള ജിഹാദ് ചെയ്യാൻ അവർ സന്നദ്ധമായി. ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ അവരാരും ഒരുങ്ങിയില്ല. ഇപ്പോൾ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന പല സഹാബികളും ഖേദിക്കുകയാണ് ചെയ്തത്. യുദ്ധത്തിനാണ് പോകുന്നത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് അറിയാത്ത കൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ഇനി ഒരു യുദ്ധമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഉണ്ടാകും. അങ്ങനെ തീരുമാനിക്കുകയും അടുത്ത യുദ്ധങ്ങളിൽ അവർ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ സേവനങ്ങൾ ചെയ്തു. അതൊരു ഒഴിഞ്ഞു മാറ്റമല്ല, നഷ്ടപ്പെട്ടതിൻ്റെ പേരിലെ വിഷമമാണ് അവർക്കുള്ളത്. ആ വിഷമം പരിഹരിക്കുന്നത് അടുത്ത സന്ദർഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് ആ മനസ്സിൻ്റെ മാറ്റമെന്ന് പറയുന്നത്. വിളിക്കാതെ ക്ഷണിക്കാതെ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലേക്ക് പങ്കാളികളാകുന്നൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. ഒരുപാട് ചരിത്രം നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കാല് മുടന്താണ്, അയറജാനാണ്. ഉഹദ് യുദ്ധത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച തന്നിട്ടുണ്ട്. വലാ അലൽ അയറജി ഹറജ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടു വരുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ ഈ മുടന്ത് കാലുകൊണ്ട് സ്വർഗത്തിൽ അള്ളാഹുവാണ്, ഇക്കാലുമായിട്ട് ഞാൻ സ്വർഗത്തിൽ ചവിട്ടും എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ലഖദ് റഅയ്തുഹു ഫിൽ ജന്ന വമാ ബിഹി അറജൻ. മുടന്തില്ലാത്ത രീതിയിൽ സ്വർഗത്തിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അള്ളാഹു റസൂൽ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആ വിശ്വാസമാണ്. അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും എനിക്ക് കാലിന് മുടന്നുണ്ടെങ്കിലും ശരി, ഇതുമായി എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. അതുകൊണ്ട് സ്വർഗം കിട്ടാനുള്ളൊരു അവസരം അത് നിങ്ങൾ എനിക്ക് വിലക്കരുത്, എന്നെ തടയരുത് എന്ന് സുഹൃത്തുക്കളോട് അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുകയാണ്.
അതാണ് ഈമാനിൻ്റെ ദൃഢത എന്ന് പറയുമ്പോൾ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ദൃഢത ഉണ്ടാകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഇളവുകളും ആനുകൂല്യങ്ങളും നൽകിയാൽ പോലും അത് സ്വീകരിക്കാതെ ജിഹാദിന് അവർ തയ്യാറാകുന്നു. ഇത് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സാർവത്രികമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളിൽ മാത്രം കാണുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, അതുപോലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായ കഠിനമായ പീഡനങ്ങൾ അവരെ അനുഭവിക്കുക തന്നെയാണ് ചെയ്തത്. അവർക്കറിയാം വിശ്വാസിയായി എന്ന് കേട്ടാൽ തങ്ങൾ പീഡിപ്പിക്കപ്പെടും, ആക്രമിക്കപ്പെടും. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് വിശ്വാസം സ്വീകരിക്കുന്നത്. കാരണം അവരടിമകളാണ്. മറുഭാഗത്ത് അവരെ ഉടമകൾ ഖുറൈശി പ്രമാണിമാരാണ്. ഖുറൈശി പ്രമാണിമാരുടെ അടിമയായി ജീവിക്കുന്ന ഒരാൾ അവർക്കിടയിൽ മുസ്ലിമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നേരത്തെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് അവർ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പീഡനം തന്നെയാണ് നടക്കുന്നത്. ആ പീഡനത്തിൽ നിന്ന് മോചനത്തിന് അവർക്ക് വഴിയില്ലെന്ന് അവർക്കറിയാം. എന്നിട്ടും അവർ ദൃഢമായി ക്ഷമയോടുകൂടെ തന്നെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചരിത്രം നൽകുന്ന പാഠങ്ങളാണ്. അപ്പോൾ സൂചിപ്പിക്കുന്നത് ആ ഒരു ഈമാനാണ് അള്ളാഹുവിടെ സൂചിപ്പിച്ചത്. സുമ്മലം യർതാബു, ഒരു സന്ദേഹവും ഒരു സംശയവും ഇല്ലാതെ വിശ്വസിക്കുകയും വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദൃഢമായ രീതിയിൽ വിശ്വാസം സ്വീകരിച്ച വഴിയിൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ സമ്പത്ത് വിനിയോഗിക്കുന്നു, തങ്ങളുടെ ശരീരം ഉപയോഗപ്പെടുത്തുന്നു. അതിൻ്റെ ആ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ ജിഹാദിനും ഒരുങ്ങുന്നു. ഉലായിക ഹുമുസ് സാദിഖൂൻ, അവരത്രേ സത്യസന്ധരായ വിശ്വാസികൾ. അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നവർ ഖുർആൻ വിവരിക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം വിശ്വാസികൾ എന്ന് പറയുന്നവരും ഖുർആൻ പഠിപ്പിക്കുന്ന ഈമാനും തമ്മിൽ ഭൂമിയും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത്ര അകലം വന്നു നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഈമാനും ജീവിതവും തമ്മിലുള്ള ബന്ധം. ആ അകൽച്ചയാണ് നമ്മൾ കാണുന്നത്. ഈമാൻ ഉണ്ടാകുമ്പോൾ ആ ഈമാനിൻ്റെ വഴിയിലുണ്ടാകേണ്ട ഗുണങ്ങളുണ്ട്, ജീവിതത്തിലുണ്ടാകേണ്ട പരിവർത്തനങ്ങളുണ്ട്. അതൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈമാനുണ്ട് എന്ന് പറയുന്നതിനാകെ അവശേഷിക്കുന്നത് പള്ളി മിനാരങ്ങളും ജമാഅത്ത് നമസ്കാരവും. അതിലപ്പുറം ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളാണ് സാമ്പത്തിക മേഖല, ശാരീരികമായ ത്യാഗം ആവശ്യമുള്ള ഘട്ടങ്ങൾ. ഇവിടെയൊന്നും തന്നെ ഈമാനിൻ്റെ ഒരു തിളക്കമോ വെളിച്ചമോ വെട്ടമോ കാണുന്നില്ല. അത്തരം മേഖലകളൊന്നും ഈമാൻ സ്പർശിക്കുന്നില്ല, നന്മയിലേക്ക് നയിക്കുന്നില്ല, പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നവും. അങ്ങനെയുള്ളൊരു ദുർബല വിശ്വാസികളായിരുന്നു നേരത്തെ സൂചിപ്പിച്ച ബനു അസദ് ഗോത്രക്കാർ. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് പറഞ്ഞു, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്, അവർക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഖുൽ, പ്രവാചകരെ പറയുക, അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങളുടെ മതവിശ്വാസം എന്താണെന്ന് നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഞങ്ങൾ വിശ്വാസികളാണ് എന്നവർ പ്രഖ്യാപിച്ചപ്പോൾ ആ വിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹു തിരിച്ചു പറയാൻ നിർദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മതം, ദീൻ എന്താണ്, വിശ്വാസം എന്താണ്, അത് അള്ളാഹുവിനെ നിങ്ങൾ പഠിപ്പിക്കുന്നുവോ എന്നാണ്. ഖുർആൻ്റെ പ്രയോഗം ശ്രദ്ധേയമാണ്. അപ്പോൾ അറിയിക്കുക, പറയുക എന്ന് പറയുന്നതിനേക്കാളും ഉപരിയാണ് തഅലീം എന്ന് പറയുന്നത്. തഅലീം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലുള്ള ആശയത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല, അധ്വാനവും പരിശ്രമവും സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ്. അത്തരത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത്? ആക്ഷേപിച്ചുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ട്. മാത്രമല്ല വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, ആകാശഭൂമികൾക്ക് അപ്പുറത്തുള്ളതും അള്ളാഹ് അറിയുന്നുണ്ട്. അർശുണ്ട്, കുർസിയുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള അറിവുണ്ട്. ഇങ്ങനെ ഈ പ്രപഞ്ചവും ഈ കാണുന്ന ആകാശഭൂമികളും അതിനപ്പുറവുമുള്ള എല്ലാം അറിയുന്ന അള്ളാഹുവിനോടാണോ, അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്?
അള്ളാഹുവിന് മുമ്പിൽ മറച്ചു വെച്ചുകൊണ്ടാണോ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ അറിയുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങളുടെ വിശ്വാസത്തിന് ദൃഢതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ശരി കൃത്യമായിട്ട് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് സർവജ്ഞനായ റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഈ വാക്കുകൾക്ക് പ്രസക്തിയില്ല. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണോ എങ്കിൽ ഈ വിശ്വാസികൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ആ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ദൃഢമല്ല, അത് വളരെ ദുർബലമായത് മാത്രമാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ വലിയൊരു സേവനം ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള നിങ്ങളുടെ സംസാരം ഉചിതമായതോ സ്വീകരിക്കാവുന്നതോ ആയ ശൈലിയോ രീതിയോ അല്ല. മറിച്ച് നിങ്ങൾ മദീനയിൽ വന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വേണ്ടത് ജനങ്ങളോട് സാമ്പത്തിക സഹായങ്ങൾ ചോദിച്ചു നടക്കുകയല്ല, മറിച്ച് പ്രവാചകന്റെ സദസ്സിലും ക്ലാസ്സുകളിലും പങ്കെടുത്തുകൊണ്ട് അറിവുകൾ നേടുകയും ദീനിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും വിശ്വാസം ദൃഢമാക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് നല്ലൊരു സമീപനമായിരിക്കണം നിങ്ങളത് ഉണ്ടാകേണ്ടത് എന്ന ഒരു ഉപദേശം കൂടി ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ യഥാർത്ഥ വിശ്വാസികളും അവരുടെ ഗുണങ്ങളും ദുർബല വിശ്വാസികളും അവർക്കുള്ള ദൗർബല്യങ്ങളും ഇത് രണ്ടും അല്ലാഹു വേർതിരിച്ച് ഈ സംഭവത്തിലൂടെ നമ്മെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ വിശ്വാസികളാകുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഉയർച്ചക്കനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നു, ത്യാഗമുണ്ടാകുന്നു, നല്ല ഗുണങ്ങളുണ്ടാകുന്നു. അതാണ് ശരിക്കുള്ള വിശ്വാസികളായ ആളുകൾ ജീവിതത്തിലുണ്ടാകേണ്ടത്. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ട്, ഈമാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലുള്ളതൊക്കെ അറിയുന്ന റബ്ബാണ് ഇത് കേൾക്കുന്നത്, ഇതൊക്കെ കാണുന്നുണ്ട് എന്ന ഒരു ബോധം വിശ്വാസികളായ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നതും ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസികളാകുവാനും വിശ്വാസത്തിൻ്റെ ഉന്നത വിധാനത്തിലേക്ക് ഉയർന്ന് സ്വർഗത്തിൻ്റെ അഹ്ലുകാരായി തീരാനും നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين وصلى الله وسلم على محمد وعلى آله وصحبه أجمعين.